പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ മണിക്കൂർ ദൈവകരുണയുടെ മണിക്കൂറാണ്. കർത്താവിൻ്റെ അളവറ്റ കാരുണ്യം നമ്മുടെ മേൽ ഒഴുകി വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കാരുണ്യം ആകാശം പോലെ ഉന്നതും അതുപോലെ കടൽ പോലെ വിശാലവുമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടുകൂടി ആയിരിക്കട്ടെ നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുന്നത്, ദൈവകരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഈശോ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന ഈ സമയം, നമ്മളായിരിക്കുന്ന അവസ്ഥയെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്നും നമ്മളായിത്തീരേണ്ട അവസ്ഥയിലേക്ക്, അനുതാപത്തിൻ്റെ ആ ഒരു ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, ഞങ്ങൾ ഉയർന്നങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഈ സമയം ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രത്യാശയോടെ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പുസ്തകസ്ഥാനങ്ങളിൽ ഇരുന്ന് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിച്ച് ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ലോകത്തെ അനുകരിക്കാം, വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ അനുകരിക്കാം. ഇതിലേത് വേണമെങ്കിലും ആകാമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ ദൈവം പ്രത്യേകമായിട്ട് നമുക്ക് നിർദ്ദേശം നൽകുന്ന ഒരു കാര്യമാണ്, ലോകത്തെ അനുകരിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ പോലും നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട് മാറണം. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2-ാമത്തെ വചനം, നിങ്ങൾ ലോകത്തെ അനുകരിക്കരുത്, ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം സംഭവിക്കണം എന്നുള്ളത് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കർത്താവ് നമ്മുടെ സ്വാതന്ത്ര്യം മാനിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നിയമാവർത്തനം 30-15 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുക, നിന്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയും ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ അത് സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. നിന്റെ മുമ്പിൽ 2നും സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇതിലേതെങ്കിലും ഒന്നിനെ സാധ്യതയുള്ളെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം ഇല്ലല്ലോ. നമുക്ക് നന്മ തിരഞ്ഞെടുക്കണമെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാം, തിന്മ തിരഞ്ഞെടുക്കണമെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കാം. പക്ഷേ ഒരു കാര്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, തിന്മ തിരഞ്ഞെടുത്താൽ അതിൻ്റെ റിസൾട്ട് നീ തന്നെ അനുഭവിക്കേണ്ടി വരും. നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്നുള്ളത് ഒബാദിയ 1-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പൗലോസ്ലീഹ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം 1 കൊറിന്തോസ് 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ആദ്യ വചനം തന്നെ പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം, കാരണം ഞാൻ യേശുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്.
വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരെല്ലാം ദൈവത്തെ അനുകരിച്ചവരാണ്, അല്ലാതെ ലോകത്തെ അനുകരിച്ചവരല്ല. ദൈവത്തിൻ്റെ എതിരാളികളെ അനുകരിച്ചവരല്ല. ആയിരുന്നെങ്കിൽ അവർ വിശുദ്ധരാകില്ലായിരുന്നു. പൗലോസ്ലീഹ പറയാണ്, ഞാനൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തെ അനുകരിക്കുന്ന വ്യക്തിയായിരിക്കും. ജോഷുവയുടെ പുസ്തകം 24:15 എടുക്കുമ്പോൾ അവിടെ ജോഷുവ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും, നിങ്ങൾ ആരെയൊക്കെ അനുകരിക്കുന്നവരാണെങ്കിലും, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം കൂടിയാണ്. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. നമുക്ക് മാമ്മോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാനോ സ്നേഹിക്കാനോ പറ്റത്തില്ല. പറയുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലോകത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ആകത്തില്ല, ഈ ലോകത്തെ അനുകരിക്കുന്നവർ. ഇതെല്ലാം കൂടെ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ ഇന്ന് ഒരു പ്രത്യേക കാര്യം ധ്യാനിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തെ അനുകരിക്കുന്നവരാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ അനുകരിക്കുന്നവരായിട്ട് മാറണം. ദൈവം നമ്മോട് കരുണ കാണിച്ചതുപോലെ നമുക്ക് നമ്മുടെ സഹജീവികളോട് കരുണ കാണിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ലോകത്തെ അനുകരിക്കുന്നവരാകാതെ ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട് മാറുക. ഏതാനും വചനഭാഗങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഫിലിപ്പിയർ 4:19 നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ്. തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ദൈവം നാം ഓരോരുത്തരെയും എല്ലാവിധത്തിലും സമ്പന്നരാക്കും. എങ്ങനെയാണ് ദൈവം സമ്പന്നനായിരിക്കുന്നത്? അത് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ചാക്രിയ ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാണ് ദിവസ് ഇൻ മിസെരിക്കോദിയ. ദൈവം കരുണയാൽ സമ്പന്നം. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സമ്പന്നതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദൈവ കരുണയുടെ സമ്പന്നതയാണ്. ഈ സമ്പന്നത ദൈവത്തിൽ നമ്മൾ കാണുന്നു. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ഈ സമ്പന്നതയിൽ പങ്കുകാരാകാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവം കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട് മാറാൻ പറ്റുക. അങ്ങനെയുള്ളവർക്ക് ലോകത്തെ അനുകരിക്കാനോ ലൗകികമായിട്ട് ചിന്തിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരെ അനുകരിക്കാനോ പറ്റില്ല. 1 കൊറിന്തോസ് 2:14 നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൗകിക മനുഷ്യർക്ക് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഭോഷത്വമായിട്ട് തോന്നും. ലൗകിക മനുഷ്യർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൗകിക മനുഷ്യരാണ്, ലോകത്തെ അനുകരിക്കുന്നവരാണെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഭോഷത്വമായിട്ട് തോന്നും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ റോമാലേഖനം 12 അതിൻ്റെ ആദ്യ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടതായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരീരമുണ്ട്, ആത്മാവുണ്ട്. ഇതിലേതിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്, ഏത് ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തെളിയിക്കണം. നമുക്ക് ദൈവമാണ് വലുതെങ്കിൽ ജഡത്തെ നിയന്ത്രിച്ച് നമ്മൾ കീഴടക്കും. ദൈവമാണ് നമുക്ക് സമ്പത്തെങ്കിൽ ലോകത്തെ നമ്മൾ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കാൻ തയ്യാറാകും. ദൈവത്തെ അറിഞ്ഞതും ദൈവത്തെ സ്നേഹിക്കുന്നതുമാണ് നമുക്ക് സമ്പത്തെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കും. ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് പൗലോസ്ലീഹ തന്നെയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 8-9 എടുക്കുമ്പോൾ എൻ്റെ കാതലായ സന്ദേശം ഇതാണ്: ഞാൻ ദൈവത്തെ അറിഞ്ഞു. എനിക്ക് സമ്പത്ത് ദൈവത്തെ അറിഞ്ഞതാണ്. അതാണ് പൗലോസ്ലീഹ പറയുക. യേശുവിനെ കുറിച്ചുള്ള അറിവ് അത് കൂടുതൽ വിലയുള്ളതാണ്,
അതൊരു സമ്പത്താണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. പറയുണ്ട് പൗലോസിന് ചെയ്യാൻ പറ്റിയൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ കണക്കാക്കുന്നു. ദൈവത്തെ അറിഞ്ഞത് സമ്പത്തായി കണക്കാക്കുന്നവർക്കാണ് ലോകത്തിൻ്റെ സമ്പത്ത് വെറും ഉച്ഛിഷ്ടമായി കണക്കാക്കാൻ പറ്റുക. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ ആ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പൂർണ്ണമായത് നമ്മിൽ ഉദിക്കണം. നമുക്കറിയാലോ, കൂരിരുട്ടാണെങ്കിലും അവിടെ ഒരു ലൈറ്റ് കത്തിച്ചു വെച്ചാൽ, ഒരു ലൈറ്റ് തെളിയിച്ചാൽ ഇരുട്ട് മാറി. എന്ന് പറഞ്ഞ പോലെ ദൈവികമായ കാര്യങ്ങൾ, പൂർണ്ണമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരണം. ഒരുപാട് മനുഷ്യർക്ക് വില കൽപ്പിച്ചിരുന്ന വ്യക്തികൾ ദൈവസ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ സമൂലം മാറ്റം വന്നു. അബ്രാഹാം ഒരു കൊച്ചിന് വേണ്ടി കാത്തിരുന്നാണ് ഒരു കൊച്ചിനെ കിട്ടിയത്. എന്നിട്ട് നമ്മൾ കാണുകയാണ്, അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ കുഞ്ഞിനെ നീ കൊണ്ടുപോയി ബലി കഴിക്കണം. അവിടെ നമ്മൾ കാണുകയാണ് അതിന് തയ്യാറാകുന്ന അബ്രാഹാം. കാരണം എന്താണ്? അബ്രാഹത്തിന് ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹം കറതീർന്ന സ്നേഹമാണ്. പറയുണ്ട്, ആ സൃഷ്ടാവിൻ്റെ സ്നേഹം കഴിഞ്ഞിട്ടേ തൻ്റെ മകൻ പോലുമായ സൃഷ്ടി, മകൻ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ആ സൃഷ്ടിയെ സ്നേഹിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് അവൻ വന്നുള്ളൂ. ഇതുപോലെ നമുക്കാണെങ്കിൽ സാധിക്കും, ദൈവത്തെ സമ്പത്തായി കണ്ടതുകൊണ്ട് ബാക്കിയെല്ലാം, തൻ്റെ ആരോഗ്യം പോലും ഉച്ഛിഷ്ടമായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ജോബ്. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. തൻ്റെ ആരോഗ്യവും സകലതും നഷ്ടപ്പെട്ടിട്ട് ജോബ് പറയാണ്, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടില്ല, യഥാർത്ഥ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അത് ദൈവമാണ്, അത്യുന്നതനായ ദൈവമാണ് എനിക്ക് വിലപ്പെട്ട വെള്ളിയും സ്വർണവും, അവനിൽ ഞാൻ ആനന്ദിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളെ അനുകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ യേശുവിനെ അനുകരിക്കുന്നവരായി മാറുമ്പോൾ, പിതാവായ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറുമ്പോൾ, കരുണ എടുക്കുന്നവരും ആ കരുണ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരുമായിട്ട് മാറും. ഈ ഗണത്തിൽപ്പെട്ട് അനുഗ്രഹീതരാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി ആൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായിട്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തുതിക്കുന്നു, ആരാധന, ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ, നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.